മെസ്സി കേരളത്തിൽ വരുന്നു, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിന് നമ്മുടെ സർക്കാർ ഭീമമായ ഒരു സംഖ്യ ചിലവാക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത്? വളരെ ആനന്ദമായിരിക്കും, സന്തോഷമായിരിക്കും. അത് ഒരു ഷോ ആണ്, വലിയൊരു ഷോ ആണ്. അദ്ദേഹം വന്നു പോയി, അർജൻറ്റീന ടീം ഇവിടെ കളിച്ചു, അത് ഒരു വികാരമായി അങ്ങനെ നിലനിൽക്കും. വാസ്തവത്തിൽ മെസ്സി കേരളത്തിൽ വരുന്നത് നല്ലതാണെങ്കിലും ധാരാളം കായിക രംഗത്ത് മികച്ചു നിൽക്കുന്ന താരങ്ങളെ കേരളം ഒരു കാലത്ത് സംഭാവന ചെയ്തിട്ടുണ്ട്. വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള, ഞാൻ പേരുകളൊന്നും എണ്ണി പറയുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളെ വളർത്തിയെടുത്തി നല്ല ഫുട്ബോൾ താരങ്ങളെ മെസ്സിയോടൊത്ത് കളിക്കാനും അർജൻറ്റീന ടീമിനോടൊത്ത് കളിക്കാനും അവരോട് ഏറ്റുമുട്ടാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള കുട്ടികളെ കേരളത്തിൽ നിന്ന് വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ദിവസം എന്ന് വരും എന്നാണ് ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്നത്. അതൊരു വലിയ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിന് കായിക രംഗത്ത് ഇന്നുള്ള സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തണം. കായിക താരങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ ആവശ്യത്തിന് ഭക്ഷണം നൽകണം. അതിനവർക്ക് ഇന്ന് നൽകി വരുന്ന 250 രൂപ പോരാ. പോഷക സമൃദ്ധമായ നല്ല ആഹാരം അവരുടെ ശരീരപുഷ്ടിക്കും അവരുടെ എനർജറ്റിക്കായി തീരുന്നതിനും ആവശ്യമായിട്ടുള്ള നല്ല ആഹാരം കിട്ടണം. അതുപോലെ ആ രംഗത്ത് പണിയെടുക്കുന്ന അധ്യാപകന്മാർക്കും ഇൻസ്ട്രക്ടർമാർക്കും നല്ല ശമ്പളം കൊടുക്കണം. അതൊക്കെ ഇന്നത്തെ പോലെ കുടിശ്ശിക വരുത്താൻ പാടില്ല. കളിച്ചു വളരാൻ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നല്ല സൗകര്യം വേണം. അതിന് പറ്റിയ മൈതാനങ്ങൾ വേണം, നല്ല കോച്ചിങ് ക്യാമ്പുകൾ വേണം. അതിനൊക്കെ സൗകര്യപ്പെടുന്ന നമ്മുടെ ധാരാളം കളിക്കാരെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളൊന്നും നാട്ടിലെവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിട്ടില്ല. അതിലൊരു നിർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ പണം ഇല്ലാതിൻ്റെ പ്രശ്നമാണ്. ഇനി അതുമാത്രമല്ല, അങ്ങനെ പണം ഉണ്ടായാൽ തന്നെ പല പ്രധാനപ്പെട്ട വകുപ്പുകൾക്കും പണം കിട്ടിക്കൊള്ളണമെന്നില്ല. കായിക മേഖല അങ്ങനെ അവഗണിക്കപ്പെടാതെ മുന്നോട്ട് പോകണമെങ്കിൽ കായിക മേഖലയ്ക്ക് സ്പോർട്സ് വകുപ്പിനെ നല്ല രീതിയിൽ പണം നീക്കി വെക്കാൻ സർക്കാർ തയ്യാറാവണം. ഇപ്പം അങ്ങനെ പണം ഇല്ലയെന്നും അവർ പാപ്പരായി കഴിഞ്ഞിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ മെസ്സിയെ കൊണ്ടുവരുന്നത്. നമുക്ക് വികാരത്തിനപ്പുറം വസ്തുതകളിൽ രംഗത്ത് നമുക്ക് യാഥാർത്ഥ്യത്തിൽ തന്നെ നമുക്ക് നല്ല കളിക്കാരുള്ള ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റണം. അതാണ് ആലോചിക്കേണ്ടത്.